ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏകാദശികളിൽ വെച്ച് ഏറ്റവും പരമപവിത്രവും പുണ്യവും നിറഞ്ഞ മോഹിനി ഏകാദശി, അതായത് വൈശാഖ മാസത്തിൽ വെളുത്ത പക്ഷത്തിൽ വരുന്ന മോഹിനി ഏകാദശിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ ഏകാദശി എന്ന് പറയുന്നത് ഏറ്റവും വളരെ പ്രാധാന്യം നിറഞ്ഞ വ്രതമാണ് എന്നുള്ളത്. അതിൽ തന്നെ ഒരു വർഷത്തെ ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രമായ ഏകാദശിയാണ് ഈ ഒരു വൈശാഖത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന മോഹിനി ഏകാദശി. വിഷ്ണു ഭഗവാന്റെ പ്രീതി നേടാനുള്ള പുണ്യമാസമായ വൈശാഖ മാസം അല്ലെങ്കിൽ മാധവ മാസത്തിലെ ഈ ഒരു മോഹിനി ഏകാദശി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ സർവ്വവിധത്തിലെ പാപങ്ങളും മാറി അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണു പാലാഴി മഥനത്തിൽ മോഹിനി രൂപം സ്വീകരിച്ചത് ഈ ഒരു ദിവസമായതുകൊണ്ടാണ് ഇതിന് മോഹിനി ഏകാദശി എന്ന പേര് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു മോഹിനി ഏകാദശി ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളെക്കുറിച്ചും ചൊല്ലേണ്ടുന്ന അതിലും പവിത്രമായ ഒരു മന്ത്രത്തെക്കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഭഗവാൻ മോഹിനി ഏകാദശി ദിവസമാണ് ആ ഒരു മോഹിനി രൂപം പ്രാപിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സീതാദേവിയെ ഭഗവാൻ പിരിഞ്ഞ സമയത്ത് ആ ഒരു വിരഹത്താൽ ദുഃഖിതനായ ശ്രീരാമചന്ദ്രൻ്റെ ദുഃഖനിവൃത്തിക്കായിട്ട് വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വൈശാഖ മാസത്തിൽ വന്ന ഈ ഒരു മോഹിനി ഏകാദശി വ്രതം ഭഗവാൻ അനുഷ്ഠിച്ചു, അതായത് രാമചന്ദ്രൻ അനുഷ്ഠിച്ചു എന്നും ആ ഏകാദശി നോറ്റ് പാപശാന്തിയും ദുഃഖശാന്തിയും കൈവരിച്ചു എന്നും ഒരു ഐതിഹ്യമുണ്ട്. അപ്പം ഈ വർഷത്തെ 2026 ഏപ്രിൽ മാസത്തിലെ ശുക്ലപക്ഷ മോഹിനി ഏകാദശി വരുന്നത് നാളെ, അതായത് 2026 ഏപ്രിൽ 27 തിങ്കളാഴ്ചയാണ്. ഏകാദശി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് ഇന്ന്, അതായത് ഏപ്രിൽ മാസം 26-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6:06 ആരംഭിച്ചിട്ട് നാളെ ഏപ്രിൽ 27 തിങ്കളാഴ്ച വൈകിട്ട് 7:06 വരെയാണ് ഏകാദശി തിഥി. അപ്പം സൂര്യോദയ സമയത്ത് നാളെയാണ് കൂടുതലായിട്ടും ഏകാദശി ഉള്ളത്. അതുകൊണ്ട് നമ്മൾ നാളെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും കാലം നമ്മൾ എങ്ങനെയാണോ എടുത്തത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ധാന്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ടോ ജലം മാത്രം കുടിച്ചുകൊണ്ടോ, ഇപ്പം നല്ല വേനലാണ്, അതുകൊണ്ട് ജലം ഒന്നും കുടിക്കാതെ ആരും ഏകാദശി വ്രതം അനുഷ്ഠിക്കരുത്. നല്ല പോണം ജലം കുടിക്കണം. നമ്മളെക്കൊണ്ട് ദാഹിക്കുന്നതിനനുസരിച്ച് നമ്മൾ ജലം കുടിക്കണം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആയി പോകും, പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളാകും. അതുകൊണ്ട് തന്നെ ജലം കുടിക്കണം. പിന്നെ ഈ സമയത്ത് ചിലപ്പം ചൂടിൻ്റെ കാഠിന്യം കാരണം ജലം കുടിച്ചാലും ഭക്ഷണം കഴിക്കാതെ ചിലപ്പോൾ ക്ഷീണമൊക്കെ വരുന്നവരുണ്ടാവും. അതേപോലെ മെഡിസിൻസ് എടുക്കുന്നവർ, ആരോഗ്യം അത്ര തൃപ്തി അല്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധാന്യങ്ങൾ ഒഴിച്ചുള്ള മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അത് മസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് ഭയങ്കരമായിട്ട് പ്രശ്നമായി തീരുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ വേണം വ്രതം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു ഏകാദശിയുടെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്. ആ ഒരു സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിലുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു വൈശാഖ മാസം മുഴുവൻ ഭഗവാൻ ഭൂമിയിൽ ഉണ്ട്, ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം മുഴുവൻ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം അറിയാൻ സാധിക്കും. അപ്പോൾ ഏകാദശിയിലെ ആ ഒരു ഹരിവാസര സമയത്തും ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് കഴിയുന്നതും നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ എത്രമാത്രം ചൊല്ലാമോ അത്രമാത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നതും, വീടിനടുത്തുള്ള വിഷ്ണു കൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിച്ച് ഭഗവാൻ ഇഷ്ടപ്പെടുന്ന, അതായത് നമുക്ക് തൃക്കൈ വെണ്ണ സമർപ്പിക്കാം, പാൽപ്പായസം സമർപ്പിക്കാം, തുളസിമാല, തുളസി ഇലകൾ കൊണ്ടുള്ള അർച്ചന, അതേപോലെ തന്നെ ഭഗവാന് മഞ്ഞപ്പെട്ട് നമുക്ക് എന്താണോ ഭഗവാന് കൊടുക്കണമെന്ന് തോന്നുന്നത് അതൊക്കെ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എത്ര പ്രാവശ്യം ഓം നമോ നാരായണായ
നന്നായി ജപിക്കാൻ പറ്റുമോ, ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കാൻ പറ്റുമോ, അതൊക്കെ ജപിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് വിഷ്ണു സഹസ്രനാമം, നാരായണീയം ഒക്കെ പാരായണം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അത് കേൾക്കാവുന്നതാണ്. അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഹരേ രാമ മന്ത്രം, അത് നമുക്ക് 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഈ ഒരു ഏകാദശിയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്, വൈശാഖ മാസം എന്ന് പറയുന്നത് അന്നദാനത്തിന് പേര് കേട്ടൊരു മാസമാണ്. സോ ഈ ഒരു ഏകാദശി ദിവസം നിങ്ങൾ ഒരാൾക്കെങ്കിലും അന്നദാനം ചെയ്യണം. അന്നം, വെള്ളം, വസ്ത്രം, ഇതൊക്കെയാണ് പറയുന്നത്. അതായത് ഈ ചൂട് സമയത്ത് റോഡിൽ കൂടി നടക്കാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ചെരുപ്പില്ലാത്തവർക്ക് ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാം. ധാരാളം വെയിൽ കൊള്ളുന്നവർക്ക് നമുക്ക് കുട വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ ജലം എത്രമാത്രം, അതിപ്പം പഴത്തിൻ്റെ ചാറുകൾ, ജലത്തേക്കാൾ കൂടുതൽ ഫ്രൂട്ട് ജ്യൂസുകൾ വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അതായത് നമ്മൾ ഈ കുപ്പിക്കകത്ത് മേടിക്കുന്ന ജ്യൂസ് അല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ കരിമീൻ ജ്യൂസ് ആണെങ്കിലും മാങ്ങ കൊണ്ടുള്ള ജ്യൂസൊക്കെ ആണെങ്കിലും നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ മോര്, തൈര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതും വളരെ വളരെ നല്ല കാര്യമാണ്. അതായത് അന്നം, വസ്ത്രം, ഇതൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ ആൾക്കാർക്ക് കൊടുക്കണം. ജലദാനം, പ്രത്യേകിച്ച് വൈശാഖ മാസത്തിലെ ഏറ്റവും വലിയ ദാനമാണ് ജലദാനം എന്ന് പറയുന്നത്. അപ്പം ഇതും നാളത്തെ ദിവസം ആർക്കെങ്കിലും കൊടുക്കണം. പണം കൊടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പ്രത്യേകിച്ച് ഏകാദശി ദിവസം തന്നെ നമ്മളിത് ചെയ്യുന്നത് വൈശാഖ മാസത്തിൻ്റെ മാഹാത്മ്യം കൂട്ടുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഈ ഒരു ഏകാദശിയുടെ പാരണ സമയം എപ്പോഴാണെന്ന് നോക്കാം. ഏകാദശിയുടെ പാരണ വരുന്നത് ഏപ്രിൽ 28 ചൊവ്വാഴ്ച രാവിലെ 6:09 8:42 ഇടയ്ക്കുള്ള സമയമാണ്. ആ സമയത്ത് വീട്ടിൽ നമുക്ക് തുളസി ഇട്ട ജലം കുടിച്ചോ, വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തീർത്ഥം മേടിച്ച് സേവിച്ചോ നമുക്ക് പാരണ വിടാവുന്നതാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഏകാദശിയുടെ അന്ന് ക്ഷേത്രത്തിൽ പോകുമ്പം വ്രതം എടുക്കുമ്പം അവിടെ നിന്ന് തരുന്ന തീർത്ഥം കുടിച്ചാൽ വ്രതം മുറിയുമോ എന്നുള്ളത്. തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും. അറിവില്ലാതെ നമ്മൾ ചെയ്യുന്നത് അത് സാരമില്ല, പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇനി ആരും ചെയ്യരുത്. നമ്മളിപ്പോൾ ഏകാദശി എന്നല്ല, പ്രദോഷം, ഏകാദശി, അതേപോലെ ഷഷ്ടിവ്രതം, ഏതൊരു വ്രതം എടുക്കുമ്പോഴും ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ നിന്ന് തരുന്ന തീർത്ഥം നമ്മൾ കുടിച്ചാൽ നമ്മുടെ വ്രതം മുടങ്ങി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് അറിയാതെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കാരണം നമുക്കത് അറിവില്ല, അതുകൊണ്ടത് ഭഗവാൻ ക്ഷമിക്കും. നമ്മൾ ആ വ്രതം എടുത്തത് തന്നെയാണ്, പക്ഷേ അറിഞ്ഞുകൊണ്ട് നിങ്ങളത് ചെയ്യരുത്, അബദ്ധം പറ്റരുത് നമുക്ക്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും വ്രതം എടുത്തുകൊണ്ടിരിക്കുമ്പം ക്ഷേത്രത്തിൽ പോയി തീർത്ഥം മേടിച്ച് കുടിക്കരുത്. അപ്പം നമ്മുടെ വ്രതം മുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. അതെല്ലാവരും ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് ഈ ഏകാദശി, പ്രദോഷം പോലെയുള്ള വ്രതങ്ങളൊക്കെ എടുക്കുമ്പം ഈ ശിവ കൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടുന്ന് സാധാരണ തീർത്ഥം തരില്ല, ചന്ദനം മാത്രമേ തരുവുള്ളൂ. ഞങ്ങളുടെയൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയാണ്. കാരണം അറിയാതെ വാങ്ങിച്ചു കുടിച്ച് വ്രതം മുടങ്ങണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അത് എല്ലാവരും ഓർമ്മയിൽ വെക്കണം. ഇനി നമുക്ക് ചൊല്ലേണ്ടുന്ന ആ ഒരു മന്ത്രം എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു മന്ത്രം ദശമി, ഏകാദശി, ദ്വാദശി, ഈ 3 ദിവസങ്ങൾ, അതായത് ഇന്ന്, നാളെ, നാളെ കഴിഞ്ഞ്, അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ, ഈ 3 ദിവസങ്ങളിലും നിങ്ങൾ മുടങ്ങാതെ 108 പ്രാവശ്യം വെച്ച് ചൊല്ലണം. ചൊല്ലുന്നതിന് മുൻപായിട്ട് ഒരു തുളസിയില നമ്മൾ കയ്യിലെടുക്കണം. ആ തുളസിയില ഏകാദശിയുടെ അന്ന്, അതായത് നാളെ ഒരിക്കലും തുളസിയില പറിക്കരുത്. ഇന്നേ തുളസിയിൽ നിന്ന് തുളസിയില പറിക്കാമുള്ളപ്പോൾ ഒരു തുളസിയില പറിച്ച് കയ്യിൽ വെച്ചിട്ട് ഭഗവാനോട് ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ, ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ അല്പം ചന്ദനം തേച്ചിട്ട് ഭഗവാന്റെ പാദം വരുന്ന ഭാഗത്ത് ആ തുളസിയില ഒട്ടിച്ചു വെച്ചാൽ മതിയാകും. വിഗ്രഹമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പാദത്തിലോട്ട് തുളസിയില സമർപ്പിച്ചേക്കുക, നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു മന്ത്രം അങ്ങ് ചൊല്ലി തുടങ്ങിയാൽ മതിയാവും. ഈ ഒരു മന്ത്രമെന്ന് പറയുന്നത് നാമത്രയാസ്ത്രം എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഒരുപാട് പേർക്ക് ഇത് കേട്ട് പരിചയമുണ്ടായിരിക്കും. ലളിതാംബിക ദേവി ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിൽ പ്രയോഗിച്ച ദിവ്യ മന്ത്രമാണ് ഈ ഒരു നാമത്രയാസ്ത്രം എന്ന് പറയുന്നത്. തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കാൻ ദേവി പടക്കളത്തിലിറങ്ങിയപ്പോൾ ഭണ്ഡൻ പ്രയോഗിച്ച മഹാരോഗം എന്ന അസ്ത്രത്തെ നാമത്രയം ഉപയോഗിച്ച് ദേവി നശിപ്പിച്ചു. അതായത് അച്യുതൻ, അനന്തൻ, ഗോവിന്ദൻ എന്നിവയാണ് നാമത്രയം. ത്രയം എന്ന് പറഞ്ഞാൽ 3, ആ 3 നാമങ്ങൾ ചേരുന്ന നാമത്രയങ്ങൾ. ഈ ഒരു ദിവ്യമന്ത്രം 3 ലോകങ്ങളിലും ഭക്തന്മാരെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ഔഷധമാകുമെന്ന് ഇത് പ്രയോഗിച്ച ശേഷം സാക്ഷാൽ ലളിതാംബികാദേവി തന്നെ അരുൾ ചെയ്തിട്ടുണ്ട്. ഈ 3 ഭഗവത് നാമങ്ങളും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നമ്മൾ ഉരുവിട്ടാൽ ഖല
രോഗങ്ങളും മാറി നമുക്ക് നന്മയുണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ഒരു കലിയുഗത്തിൽ നമ്മൾ നേരിടുന്ന വിഷമങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും, നമ്മൾ നേരിടുന്ന രോഗം അതെന്ത് തന്നെയാണെങ്കിലും അതിനെ വെല്ലാൻ ഈ 3 നാമങ്ങളെക്കാൾ വലിയ മറ്റൊരു മരുന്നില്ലെന്നുള്ളതാണ് പറയപ്പെടുന്നത്. വൈശാഖ മാസത്തിലെ സുകൃതമാണ് ഈ 3 മന്ത്രങ്ങൾ എന്നാണ് ആചാര്യന്മാർ പോലും പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കുക. രോഗമാണെങ്കിൽ അത് മാറണം, എന്ത് കാര്യമാണെങ്കിലും തുളസിയില കയ്യിൽ പിടിച്ച് അത് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചതിന് ശേഷം ഈ ഒരു മന്ത്രം, അതായത് അച്യുതൻ അനന്തൻ ഗോവിന്ദൻ, ഇത് 1, അങ്ങനെ രണ്ടാമത് വരുമ്പം അച്യുതൻ അനന്തൻ ഗോവിന്ദൻ, അങ്ങനെ 2, അങ്ങനെ 108 പ്രാവശ്യം വേണം നമുക്കിത് ചൊല്ലാം. അല്ലെങ്കിൽ ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ, അങ്ങനെയും ജപിക്കാവുന്നതാണ്. എങ്ങനെ ജപിച്ചാലും ഈ 3 നാമങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഒരു പ്രാവശ്യമാകുന്നത്. അങ്ങനെ നമ്മൾ 108 പ്രാവശ്യം ജപിക്കണം. ശേഷം ഭഗവാനോട് നമ്മുടെ ആഗ്രഹം പറയണം. അങ്ങനെ ഈ 3 ദിവസങ്ങളിലും നമ്മൾ ജപിക്കേണ്ടതാണ്. അതിനുശേഷം എല്ലാ ദിവസവും നിങ്ങൾക്കൊരു 27 21 സമയമുള്ളവർക്ക് 108 തന്നെ ഈ ഒരു വൈശാഖ മാസം തീരുന്നത് വരെ തുടർച്ചയായി ജപിക്കാവുന്നതുമാണ്. അത്രമാത്രം പവറുള്ളൊരു മന്ത്രമാണ്. അപ്പം കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പം ഞാൻ പാരായണം വീടേണ്ട സമയമൊക്കെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ഏകാദശി, ഇപ്പോൾ വ്രതം എടുക്കാൻ സാധിക്കാത്തവരാണെങ്കിലും നോൺ വെജ് നാളത്തെ ദിവസം കഴിക്കരുത്. രാവിലെയും വൈകിട്ടും കുളിച്ച് വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് വീടിനടുത്തുള്ള കൃഷ്ണൻ്റെയോ വിഷ്ണു ഭഗവാന്റെയോ പെരുമാളിൻ്റെയോ ക്ഷേത്രം സന്ദർശിക്കണം. കൊടിമരത്തിനും പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം വൈശാഖ മാസത്തിലെ ഏകാദശി ആയതുകൊണ്ടാണ്. പിന്നെ വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ തുളസിക്ക് ജലം സമർപ്പിച്ച് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. അതേപോലെ തന്നെ വൈകുന്നേരം തുളസിക്ക് ചുവട്ടിൽ നമ്മളൊരു നെയ്ദീപം കൊളുത്തി വെക്കാനൊക്കെ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.